നമ്മൾ ഓർത്തോളണം, നമ്മൾ ആക്ച്വലി സെപ്റ്റംബർ ആണ് നമ്മൾ അൺഒഫീഷ്യൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഈ ഡിസംബർ മാസത്തിലാണ് നമ്മൾ ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മൾ ഡിസംബർ വെച്ച് എടുത്ത 8-9 മാസമല്ലേ ആയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ വി ആർ സിറ്റിംഗ് ഓൺ എ ഗോൾഡ് മൈൻ. ആ ഗോൾഡ് മൈനിനെയാണ് നമ്മൾ ടാപ്പ് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് അതിനെ കൊണ്ടുപോയാൽ നമുക്ക് കേരളത്തിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ നേട്ടം ബ്ലൂ ഇക്കണോമി വഴിയായിരിക്കും. ആ ബ്ലൂ ഇക്കോണമി, അതെ, അതായത് കടലുമായി ബന്ധപ്പെട്ടുള്ള ഇക്കോണമി. കാരണം നമുക്ക് ഇനി വരുന്ന വേറെ എവിടുന്നാണ് നമുക്ക് ഇക്കണോമി? നമുക്കിപ്പം ലോട്ടറിയും നമുക്ക് മദ്യം വിറ്റാൽ മാത്രം മതിയോ? അത് എത്ര നാളും വിൽക്കാൻ പറ്റും? ശരിയാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഇക്കണോമി എന്ന് പറയുന്നത് ബ്ലൂ ഇക്കണോമിയാണ്. അതെ, നമ്മുടെ ഏറ്റവും വലിയ ഒരു കൺസേൺ എന്ന് പറയുന്നത് നിക്ഷേപം വരുന്നില്ല. അപ്പോൾ നിക്ഷേപം ഇല്ല, അതെങ്ങനെ വളരാൻ സാധിക്കും? ഇതൊക്കെയായിരുന്നു ചോദ്യം വന്നിരുന്നത്. പക്ഷേ അതിനുള്ള വലിയൊരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. ഇനി അതിന് ഉള്ള വഴി തുറന്നു കൊടുത്താൽ മതിയല്ലേ? വഴി തുറന്നു കൊടുക്കുന്ന ആരാണ്? സർക്കാരാണ്. അതെ, സർക്കാരിൻ്റെ പോളിസീസ് മാറണം. സർക്കാർ വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ പദ്ധതി വരുമ്പോൾ അന്ന് പറഞ്ഞു ഈ 5 വർഷം കൊണ്ട്, അന്ന് നമ്മൾ എഗ്രിമെൻ്റ് വയ്ക്കുമ്പോൾ 5 വർഷത്തെ അത് തീർത്തു കൊടുക്കാണ്. പിന്നെ പലപ്പോഴും പ്രളയം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ കോവിഡൊക്കെ വന്ന് ശരി താമസം വന്നു. 9 വർഷം പിടിച്ചു ഈ പദ്ധതി തീരാനായിട്ട്. ഈ 9 വർഷം പദ്ധതി തീരുമ്പം എന്തൊക്കെയാണ് ഈ പദ്ധതിക്ക് അനുബന്ധമായിട്ട് വേണ്ടി വരുന്ന സാധനങ്ങൾ സർക്കാരിന് അറിയാമായിരുന്നല്ലോ. ഇതിനു വേണ്ടിയുള്ള റോഡ് വേണ്ടേ? ഇതിനു വേണ്ടിയുള്ള റെയിൽ കണക്ടിവിറ്റി വേണ്ടേ? ഇതൊന്നും മുൻകൂട്ടി കാണാതെ സർക്കാർ എന്ത് ചെയ്തു? അത് വരട്ടെ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കേരളത്തിൽ സ്ഥിരം കാണുന്ന ഒരു കാര്യമുണ്ട്. മേൽപ്പാലം പണിയുക, പിന്നെ അപ്രോച്ച് റോഡ് വരാൻ കാത്തിരിക്കും. അപ്പോൾ ഒരിക്കലും ആ മേൽപ്പാലം ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി വരാതിരിക്കുക. കാരണം ഇപ്പം 2ാം ഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. 2ാം ഘട്ടത്തിലേക്ക് പോകുമ്പോൾ 20,000 കോടി രൂപയാണ് ഇപ്പം അദാനിക്കാർ മുടക്കുന്നത്. അവർ നേരത്തെ അത് മാറ്റി വെച്ചിരുന്ന കാര്യം ഇപ്പോൾ സ്പീഡപ്പ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ 2048 ആകുമ്പോൾ 3 ഇയേഴ്സ് 2028 ആകുമ്പോൾ അവർ 2ാം പദ്ധതി ഓൾമോസ്റ്റ് ഫുള്ളാവും. നമുക്ക് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഈ വരുന്ന 3, 4, 5 വർഷത്തിനകത്ത് റോഡ് പൂർത്തീകരിക്കുക, ഈ റെയിൽ കണക്ടിവിറ്റി വരിക. കാര്യം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് രണ്ടും വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ ടാപ്പ് ചെയ്യാൻ